ഇനി നിങ്ങൾക്ക് ഈ ഒരു കാര്യം എളുപ്പത്തിൽ ചെയ്യാനായിട്ടുള്ള ഒരു ട്രിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഞാനിത് ക്ലച്ചും ബ്രേക്കും ചവിട്ടിയിട്ട് വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ഒന്ന് ന്യൂട്രാക്കുകയാണ്. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഡ്രൈവിംഗ് കണ്ടന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ ഒട്ടുമിക്ക ആൾക്കാരും പഠിച്ചു തുടങ്ങുന്നത് ഒന്ന് ആൾട്ടോ 800-ലും പിന്നെ പഴയ മാരുതി കാറിലുമാണ്. കൂടുതലും ആൾക്കാർ യൂസ് ചെയ്യുന്നത് മാരുതി 800 തന്നെയാണ്. അപ്പോൾ മാരുതി 800-ൽ ഡ്രൈവ് ചെയ്യുമ്പോൾ തുടക്കക്കാർക്കുള്ള ഒരു മിസ്റ്റേക്കാണ് ഗിയറിൻ്റെ പൊസിഷൻ കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. ഗിയർ ഇടുമ്പോൾ തെറ്റിപ്പോകുന്ന ഒരു സാഹചര്യം വരാറുണ്ട്. മാരുതി 800-ൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടുതൽ വരുന്നതിൻ്റെ കാര്യം, ഗിയർ ലിവറിനൊരു പ്ലേ ഉണ്ട്. ഈ പ്ലേ മനസ്സിലാക്കി നമ്മൾ ഇട്ടെങ്കിൽ മാത്രമേ ഗിയർ നമുക്ക് പ്രോപ്പറായിട്ട് ഇടാനായിട്ട് കഴിയത്തുള്ളൂ. പ്രത്യേകിച്ച് നമ്മളൊരു ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ ഇത് കൃത്യമായിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ഫെയിലായി പോകാനുള്ള സാധ്യതകൾ ഏറ്റവും കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് മാരുതി 800-ൽ നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ ഗിയർ ഷിഫ്റ്റിംഗ് നിങ്ങൾക്ക് തെറ്റാതിരിക്കാനായിട്ടുള്ള ഒരു കുഞ്ഞു ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് നിങ്ങൾ ജസ്റ്റ് വണ്ടി ഓടിക്കുന്ന സമയത്തൊന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഗിയർ ഷിഫ്റ്റിംഗ് ക്ലിയർ ആകും, തെറ്റത്തില്ല, ഞാൻ ഉറപ്പ് തരികയാണ്. എന്തായാലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ ഡ്രൈവിംഗ് ടിപ്സുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പഴയ വീഡിയോകളും കൊണ്ട് നിങ്ങൾ കയറി കാണാനായിട്ട് ശ്രമിക്കണം. നിങ്ങൾക്കുണ്ടാകുന്ന ഒട്ടുമിക്ക സംശയങ്ങൾക്കുള്ള മറുപടികൾ നമ്മുടെ ചാനലിൽ ഉണ്ട്. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു കാര്യം എളുപ്പത്തിൽ ചെയ്യാനായിട്ടുള്ള ഒരു ട്രിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഞാനിത് ക്ലച്ചും ബ്രേക്കും ചവിട്ടിയിട്ട് വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ഒന്ന് ന്യൂട്രാക്കുകയാണ്. ഓക്കെ, ന്യൂട്രാക്കി. നിങ്ങൾ ഈ ഒരു സമയത്ത് മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ഈ ഒരു വണ്ടിയുടെ ഗിയർ ലിവറിന് നല്ല രീതിയിലുള്ള ഒരു പ്ലേ ഉണ്ട്. പ്ലേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഒന്ന് ഇടുകയാണ്. ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു. എന്നിട്ട് നിങ്ങൾ നോക്കുക, ഞാൻ ഈ ഒരു ലിവർ ജസ്റ്റ് ഇത് ഈ ഒരു തരത്തിൽ ഒന്ന് അനക്കി നോക്കുകയാണ്. അപ്പം നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തരത്തിലുള്ള ഒരു പ്ലേ വണ്ടിക്കുണ്ട്. ഇത് പഴയ വണ്ടി ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്ലേ വാഹനത്തിനുള്ളത്. എന്നാൽ ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ വാഹനങ്ങളിൽ, ഇപ്പോൾ ആൾട്ടോ 800 എടുത്ത് നോക്കുകയാണെങ്കിൽ ചെറിയൊരു പ്ലേ കാണും, പക്ഷേങ്കിൽ ഇത്രയധികം ഒരു പ്ലേ വണ്ടിക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ പഴയ വാഹനങ്ങൾക്ക്, ഒട്ടുമിക്ക വണ്ടികൾക്ക് ഈ ഒരു തരത്തിലുള്ള പ്ലേ ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഓരോ ഗിയർ ഇടാനായിട്ട്. ഇപ്പോൾ ഞാൻ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് ഈ ഒരു തരത്തിലുള്ള ഒരു പ്ലേ ഉണ്ട്. ഇനി നമുക്ക് ഇവിടെ നമ്മൾ തേർഡിലേക്ക് ഇട്ടാലും ദേ ഈ ഒരു തരത്തിലുള്ള പ്ലേ ഉണ്ട്. ഇവിടെ നമ്മൾ ഫോർത്തിലേക്ക് ഇട്ടാലും ഈ ഒരു തരത്തിലുള്ള പ്ലേ ഉണ്ട്. അപ്പോൾ എല്ലാ ഗിയറിലും ഉണ്ട്. ഇപ്പോൾ റിവേഴ്സ് നമ്മൾ ഇടുകയാണ്. റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാലും അതുണ്ട്. നിങ്ങൾ നോക്കുക, കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഞാൻ വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ന്യൂട്രാക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുന്ന സമയത്ത് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേരുക എന്നുള്ളത് കൃത്യമായിട്ട് ഓർക്കുക. ഗിയർ തെറ്റാതിരിക്കാനായിട്ട് മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേരുക, അതിനുശേഷം ചേർത്തിടുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയർ വീഴും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇടുന്ന സമയത്ത് ഇങ്ങോട്ട് ചേർക്കാതെ ചുമ്മാ ഇങ്ങനെയാണ് ഇടുന്നതെങ്കിൽ നിങ്ങൾക്ക് തേർഡ് ഗിയറിലേക്ക് വീഴും. അങ്ങനെയാണ് പല ആൾക്കാർക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് തുടക്കക്കാരെ സംബന്ധിച്ച് ചിലപ്പോൾ ഫസ്റ്റ് ഇടുമായിരിക്കും, ഒത്തിരി ഈ സൈഡിലേക്കൊന്നും ചേർക്കത്തില്ല, ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് ഇടും. അപ്പോൾ എന്ത് ചെയ്യും? തേർഡ് ഗിയറിലേക്ക് വീഴും. നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫായി പോകും. അപ്പോൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് ലെഫ്റ്റ് ചേർത്ത് തന്നെ നിങ്ങൾ ഫസ്റ്റ് ഇടുക. പഴയ വണ്ടി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കുറേ കൂടെ ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാനായിട്ട്. സെക്കൻഡ് ഇടുന്ന ടൈമിലും എന്ത് ചെയ്യണം? മാക്സിമം ലെഫ്റ്റ് സൈഡ് ഇത്തരത്തിൽ ചേർത്ത് പിടിച്ചിട്ട് താഴോട്ട് ഇടുക. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഗിയർ വീഴും. നമ്മൾ ചേർക്കാതെയാണ് ഇടുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നേരിട്ട് ഡയറക്റ്റ് ഫോർത്ത് ഗിയറിലേക്ക് വീഴും. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ എന്താണ് സംഭവിക്കുന്നത്? മൂവാക്കി സെക്കൻഡ് ഇടുമ്പോൾ സെക്കൻഡ് പകരം ഫോർത്ത് വിടും. അപ്പം ഫസ്റ്റും സെക്കൻഡും ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം? നിങ്ങൾ ചേർത്ത് ഫസ്റ്റ് കൊടുക്കുക, ചേർത്ത് സെക്കൻഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി തേർഡ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈസിയാണ്. കാരണം തേർഡ് ഗിയർ ഇടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരു 5 ഗിയർ ഫോർവേഡായിട്ട് നമുക്ക് പോകാനായിട്ട് 5 ഗിയർ ഇല്ല ഈ വണ്ടിക്ക്. ഓൾറെഡി 4 ഗിയറേ ഉള്ളൂ മുന്നോട്ട് പോകാനായിട്ട്. അപ്പം നമുക്ക് 5ാമത്തെ ഒരു ഗിയർ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്താണ് എല്ലാ വണ്ടികളിലും ഉള്ളത്. എന്നാൽ മാരുതി 800-ന് അത് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ന്യൂട്രൽ പോയിന്റിലേക്ക് വന്നിട്ട് ഗിയർ ലിവർ ലെഫ്റ്റോ റൈറ്റോ പോകാതെ സെൻറ്റർ പോയിന്റ് വന്നിട്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് തള്ളിയാൽ നമുക്ക് തേർഡ് ഗിയർ വീഴും. കാരണം ഇവിടെ മറ്റൊരു ഗിയർ ഇല്ല, പിന്നെയുള്ള ഫസ്റ്റ് ഗിയറാണ്. ഫസ്റ്റ് ഗിയറിലേക്ക് ഒരിക്കലും വീഴത്തില്ല. ഫസ്റ്റ് ഗിയറിലേക്ക് വീഴണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടാലേ ഫസ്റ്റ് വീഴത്തുള്ളൂ. അപ്പോൾ നമുക്ക് സെക്കൻഡിൽ നിന്ന് തേർഡ് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ന്യൂട്രാക്കി കൊടുക്കുക, ലിവർ സെൻറ്റർ ആക്കിയിട്ട് പതിയെ ഒന്ന് ഇട്ട് കൊടുത്താൽ തേർഡ് വീഴും. നമുക്ക് ഫിഫ്ത്തിലേക്ക് പോകും എന്നുള്ളൊരു പേടി ആവശ്യമില്ല. കാരണം ഇവിടെ ആ ഒരു ഗിയർ
ഇല്ല. ഓക്കെ, ഇനി നമ്മൾ ഫോർത്തിലേക്ക് ഇടുമ്പോൾ എളുപ്പമാണ്. കാരണം തൊട്ട് താഴെ ഇനി ഒരു ഗിയർ മാത്രമേ ഉള്ളൂ. പിന്നെ സെക്കൻഡ് ഉള്ളത് ഈ ഒരു സൈഡിലാണ്. അപ്പോൾ സെക്കൻഡിലേക്ക് പോകണമെങ്കിൽ ന്യൂട്രൽ വന്നിട്ട് ഇങ്ങനെ പോകണം ചേർത്ത്. അപ്പോൾ നമുക്ക് ഫോർത്തിലേക്ക് പോകുന്ന സമയത്ത് ജസ്റ്റ് ന്യൂട്രൽ ആക്കുക, പതിയെ താഴോട്ട് ഇട്ടാൽ നമുക്ക് ഫോർത്ത് ഗിയർ വീഴും. സെക്കൻഡിലേക്ക് വീഴത്തില്ല. സെക്കൻഡിലേക്ക് വീഴണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ ന്യൂട്രൽ വന്ന് ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ടാലേ വീഴത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോർത്ത് നമുക്ക് പ്രോപ്പറായിട്ട് തെറ്റാതെ ഇങ്ങനെ ഇടാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, ഫോർത്തിനോട് ചേർന്നല്ലേ റിവേഴ്സ് കിടക്കുന്നത്. റിവേഴ്സ് ഗിയർ വീഴില്ലേ? ഒരിക്കലും റിവേഴ്സ് ഗിയർ വീഴില്ല, പേടിക്കേണ്ട. കാരണം ഒരു കാരണവശാലും വണ്ടി റൺ ചെയ്യുന്ന ടൈമിൽ റിവേഴ്സ് ഗിയറിലേക്ക് ഒറ്റയടിക്ക് ഇടാനായിട്ട് കഴിയത്തില്ല. റണ്ണിങ് തീരുന്നതിനനുസരിച്ച് നമുക്ക് ചേർത്തിടാൻ കഴിയത്തുള്ളൂ. ഇനി നമ്മൾ അറിയാതെ ഇപ്പോൾ തേർഡിൽ നിന്ന് ഫോർത്ത് ഇടുകയാണ്. ഫോർത്ത് ഇടുന്ന സമയത്ത് നമ്മൾ അറിയാതെ ഇങ്ങനെ റൈറ്റ് സൈഡ് ചേർത്ത് താഴോട്ട് ഇടാൻ ശ്രമിച്ചാൽ ഗിയറിലേക്ക് വീഴുന്ന ടൈമിൽ തന്നെ വണ്ടിക്കുള്ളിൽ നല്ല രീതിയിലുള്ള ഒച്ചയുണ്ടാകും. അതായത് ഗിയർ ബോക്സ് തമ്മിൽ ഒരയുന്ന ഒരു സൗണ്ടാണ് ഉണ്ടാകുന്നത്. ആ ഒരു സമയത്ത് ഗിയർ ബോക്സിന് കംപ്ലയിൻറ്റ് വരും. അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് വലിച്ചിടാനായിട്ട് സാധിക്കത്തില്ല. ചെറുതായിട്ടൊന്ന് നമ്മൾ ഇട്ട് തുടങ്ങിയാലും ആ ഒരു ഗിയറിലേക്ക് വീഴത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് റണ്ണിങ്ങിൽ ആ ഗിയറിൽ ഒരു കാരണവശാലും വീഴത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സേഫായിട്ട് അടുത്തൊരു ഗിയർ ഇടാനായിട്ട് സാധിക്കും. ഇനി ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്തോ ഫോർത്തിൽ നിന്ന് തേർഡിലേക്ക് ഇടുമ്പോൾ സിമ്പിളാണ്. ജസ്റ്റ് നമ്മൾ മേളിലേക്ക് ഇട്ടാൽ മതി, തേർഡ് വീടും. സെക്കൻഡിലേക്കോ ഫസ്റ്റിലേക്കോ ഒന്നും പോവില്ല. ഇനി തേർഡിൽ നിന്ന് സെക്കൻഡിൽ വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ന്യൂട്രൽ വരിക, ലെഫ്റ്റ് സൈഡ് ചേർത്ത് പിടിച്ചിട്ട് സെക്കൻഡ് ഇട്ടാലേ വീഴത്തുള്ളൂ. അല്ലാതെ ഇട്ടാൽ ഫോർത്ത് വീഴും. അപ്പോൾ നമുക്ക് ഈസിയായിട്ട് സെക്കൻഡ് ഇടാം. സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് ഇടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചേർത്ത് പിടിച്ച് നേരെ മേളിലേക്ക് ഇടുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വീഴും. അപ്പം നിങ്ങൾ ഫസ്റ്റും സെക്കൻഡും ഇടുന്നത് മാത്രം നല്ല രീതിയിൽ ശ്രദ്ധിക്കുക, ചേർത്തിടാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഗിയർ ഡൗൺ ചെയ്യുമ്പോഴും അപ്പ് ചെയ്യുമ്പോഴും നിങ്ങളത് ശ്രദ്ധിക്കുക. അല്ലാത്ത സാഹചര്യങ്ങളിൽ നിങ്ങൾ തേർഡും സെക്കൻഡിൽ നിന്ന് തേർഡിലേക്കും തേർഡിൽ നിന്ന് ഫോർത്തിലേക്കും ഫോർത്തിൽ നിന്ന് തേർഡിലേക്കും ഇനി തേർഡിൽ നിന്ന് സെക്കൻഡിലേക്കും ഇടുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്ക് ഈസിയായിട്ട് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ വണ്ടിയിൽ കയറിയതിന് ശേഷം ഇങ്ങനെ നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് ക്ലച്ചും ബ്രേക്കും ഒന്ന് ചവിട്ടി ഒരു നിരപ്പ് റോഡിലിട്ട് നിങ്ങൾ നിങ്ങളുടെ മാരുതി 800-ലാണ് പഠിക്കുന്നതെങ്കിൽ ആ ഒരു വണ്ടിയിൽ ഗിയർ ഷിഫ്റ്റിംഗ് പ്രോപ്പറായിട്ട് ഇങ്ങനെ ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വണ്ടി ഓടിച്ചു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗിയർ ഇടുമ്പോൾ തെറ്റത്തില്ല. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇത്രയും ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും ഗിയർ ഇടുന്ന സമയത്ത് തെറ്റിപ്പോകുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യം മനസ്സിലാക്കി നല്ല രീതിയിലൊന്ന് വണ്ടിയിൽ ഓടിക്കുന്നതിന് മുന്നേ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വണ്ടി ഓടിച്ച് നോക്കുക. നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് മാരുതി 800-ൽ ഓടിക്കാനായിട്ട് കഴിയും. നിങ്ങളുടെ ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പാസ്സാകാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ അമർത്തുക. ബെല്ലൈക്കണിൽ ഓൾ അമർത്തിയാലേ ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ അമർത്തി കൊടുക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.